വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഇതൊരു ആക്റ്റാണ്, ദാറ്റ്സ് നിയമം. അപ്പോൾ Sarah said that this is not schemes but the act that can be enforceable by law. എന്ന് പറഞ്ഞാൽ സ്കീംസ് ആകുമ്പോൾ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു ആക്ട് നിയമമാകുമ്പോൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. അതൊരു വലിയ റിലവൻറ്റ് പോയിൻ്റാണ്. ഞാൻ പഠിച്ചപ്പം ഞാൻ ഡിഗ്രി പഠിച്ചപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. എഡ്യൂക്കേഷൻ അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ സ്കീംസ് എന്താണ്, നിയമം എന്താണ്, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് നമ്മൾ ആക്ട് ഉണ്ടാക്കണം എന്നുള്ള, അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് നിയമം ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഒരു സജഷൻ ആസ് എ ലോയർ, ഒരു വക്കീലെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഒരു ആക്ട്, ഒരു നിയമം ഉണ്ടാക്കുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഓബ്ജക്റ്റീവ്സ് ഉണ്ടാവുക, ഒരു റീസണിങ് ഉണ്ടായിരിക്കും. എന്താണ് ഒരു നിയമത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു കാര്യകാരണ സഹിതം നമ്മൾ അതിൻ്റെ മുന്നിൽ എഴുതും. ഇപ്പോൾ നമ്മുടെ അട്രോസിറ്റീസ് ആക്റ്റിൽ എഴുതി എന്തുകൊണ്ട് അട്രോസിറ്റീസ് ആക്ട് നിർമ്മിക്കേണ്ടി വന്നു. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അതായത് അയിത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 17. എന്നിട്ട് പോലും വീണ്ടും ഒരുപാട് നിയമങ്ങൾ, സിവിൽ റൈറ്റ്സ് ഉണ്ടാക്കി, അൺടച്ചബിലിറ്റി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ടാക്കി, എന്നിട്ടും അതിക്രമങ്ങളും അയിത്തവും തുടർന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആക്ട് ഉണ്ടാക്കേണ്ടി വന്നത്. അതായത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ അതിനകത്തായാലും ഏത് നിയമത്തിലായാലും അതിനകത്തൊരു ഓബ്ജക്റ്റീവ്സ് ഉണ്ടാകും, അതിന് റീസണിങ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ രണ്ടാമത്, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എങ്ങനെ അത് നടപ്പിലാക്കും, അതിനാണ് ചട്ടങ്ങൾ അഥവാ റൂൾസ്. അപ്പോൾ ഒരു ആക്ടിൻ്റെ കൂടെ എപ്പോഴും റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ എങ്ങനെ ഇത് നടപ്പാക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോ ആക്റ്റും നടപ്പാക്കുമ്പോൾ അതിനകത്ത് റൂൾസ് എഴുതി ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണിത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നിയമത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ റൂൾസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടായിരിക്കണം. അത് പ്ലീസ് അതൊന്ന് നോട്ട് ചെയ്യുക. ഞാൻ വളരെ ചെറുതായിട്ട് പറയുകയാണ്. പിന്നെ അതിനകത്ത് ഓർത്തപ്പം ഞാൻ പറയുകയാണ്, നമ്മളുടെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസ് ഞാൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒരു നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഒരു 97th, അതായത് 97ാമത്തെ അമെൻമെൻ്റായിട്ട്, ഭേദഗതിയായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്. കാരണം അത്രമാത്രം കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അത് എങ്ങനെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമെന്നുള്ളത് സാറ് എവിടെയെങ്കിലും ഏത് ഭാഗത്താണ് ചേർക്കാൻ പറ്റുന്നത് നമുക്ക് ആലോചിക്കാം. എങ്കിലും അതെൻ്റെ ഒരു സജഷനാണ്. അതിനെ ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇറ്റ് ക്യാരീസ് മസ്റ്റ് ഇമ്പോർട്ടൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് ബൈ ആൻ അമെൻമെൻറ്റ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഉള്ളത്, സാർ പറഞ്ഞു, അതായത് ഇതിനെന്തെങ്കിലും, അതായത് നമ്മുടെ ഫണ്ട് ലാപ്സ് ആക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇത് ഡിലേ വരുത്തുമ്പോഴോ അതല്ല എന്താണ് കൂടുതലായിട്ട് എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് വേണം. എന്ന് വെച്ചാൽ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ശിക്ഷ കൊടുക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള ചില ശിക്ഷാവിധികളൊക്കെ, അങ്ങനെ ഒരു 3-4 കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ പിന്നെ ഏത് നിയമമാണോ അതിനകത്ത് ആപ്ലിക്കബിൾ ആകുന്നത് ആ നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയിലെ ക്രിമിനൽ കുറ്റം അനുസരിച്ച് ഇപ്പോൾ BNS, അതായത് ഭാരതീയ ശിക്ഷ സംഹിത എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ നിയമം. അപ്പോൾ അത് നേരത്തെ നമ്മുടെ IPC, ഇന്ത്യൻ പീനൽ കോഡായിരുന്നു. അപ്പോൾ ആ ക്രിമിനൽ ഒഫൻസ് തന്നെ കൊണ്ടുവരേണ്ട വിധത്തിലും ഉള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് ഈ കുറ്റം ചെയ്തവർക്കെതിരെ നടപ്പിലാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരഭിപ്രായം. പിന്നെ രണ്ടാമത്, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, ദാറ്റ് ഓൾസോ ഷുഡ് ബി മെയ്ഡ് ഇൻ ദിസ് കോണ്ടസ്റ്റ് എന്നുള്ളതാണ്. കാരണം ഷെഡ്യൂൾ കാസ്റ്റ്, നമ്മുടെ SC/ST പ്രിവെൻഷൻ
പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അതിക്രമ ആക്റ്റിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ ഇതിനകത്ത് കൊണ്ടുവരുവാണെങ്കിൽ അതും കൂടെ അതിൻ്റെ ഒരു പോസിബിലിറ്റിയും കൂടെ നോക്കണം എന്നുള്ളതാണ് ഒരഭിപ്രായമായിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊന്ന് പറഞ്ഞു, ഇതിനകത്തൊക്കെ ഒരു കമ്മിറ്റികൾ, ആ കമ്മിറ്റിയിൽ മിനിസ്റ്റേഴ്സിനെ ചേർക്കണം, MLAസിനെ ചേർക്കണം എന്ന് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ സിവിലിയൻസിന്, സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്, അതിനകത്ത് സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സൊസൈറ്റിയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് തിരിമറികൾ അല്ലെങ്കിൽ ശരിയായിട്ട് നടത്തിയില്ലെങ്കിൽ ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനുള്ള, അവലോകനം ചെയ്യാനായിട്ടുള്ള പവർ കൊടുക്കേണ്ടത് ആർക്കാണെന്നുള്ളതാണ് അതിനകത്ത് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മോണിറ്ററിങ് കമ്മിറ്റി നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെ വരണം. അത് ആരാണ് എന്ന് തീരുമാനിക്കണം നമ്മൾ. അപ്പം നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സംഘടനകൾ വരണോ, അതിനകത്ത് പിന്നെ ഇൻഡിവിജ്വലായിട്ട് വരണോ, ഈ കാര്യങ്ങളൊന്നും തീരുമാനിക്കണം. അപ്പം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സിവിൽ സൊസൈറ്റി, നമ്മളെപ്പോലുള്ള ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ ഇതിലിടപെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കൂട്ടമോ ഇൻഡിവിജ്വലോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു സമൂഹത്തെ വേണം, അല്ലെങ്കിൽ ആളുകളെ വേണം. ഇതിനകത്തൊരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അല്ല, ഇതിനകത്ത് ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ആ ഒരു കാര്യം എൻ്റെ ഒരു സജഷനുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞു, നമ്മുടെ പ്ലാൻ ഫണ്ടിനെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഗീതമാഷ് പറഞ്ഞനുസരിച്ച് പ്ലാൻ ഫണ്ട് എന്താണ്, നോൺ പ്ലാൻ ഫണ്ട് എന്താണെന്ന് പറഞ്ഞു. നോൺ പ്ലാൻ ഫണ്ട് വെച്ച് ഈ സാലറി മറ്റോ മറിച്ചതൊക്കെ വരുന്നതൊക്കെ അങ്ങനെ പോകുമ്പോഴേക്ക് ഇതെല്ലാം നമ്മുടെ ഫണ്ട് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ പ്ലാൻ ഫണ്ട് മാത്രമേ ഉള്ളൂ നമുക്കിത് എന്താ പറഞ്ഞാൽ ഒരു ഉപയോഗപ്രദമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം 10% നമ്മൾ SC/ST ഉള്ളത്. അതേസമയം നാഷണൽ വൈസ് നോക്കുമ്പം അതിൽ 25%, 25 അല്ലേ, 17 15 7 തമ്മിൽ ആണ് 22.5% വരുന്നത്. അത് അപ്പോൾ അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുമ്പോൾ അത് എത്രയെങ്കിലും ഇതിനകത്ത് എന്താ പറയുക ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കേണ്ട ഒരു ഏരിയ ആണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് കാര്യം എഡ്യൂക്കേഷന് ഫണ്ട് കൊടുക്കുന്നവരെ, ഹെൽത്തിൻ്റെ ഫണ്ട് കൊടുക്കുന്നവരെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പം എഡ്യൂക്കേഷൻ്റെ പറഞ്ഞു, ഒരുപാട് ഇവരുടെ തെലങ്കാനയിൽ ഒരുപാട് റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മുടെ അവിടെ ആ ഫണ്ട് കൊണ്ട് അത് റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് നമ്മുടെ സ്കൂളുകൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം MRS എന്ന് പറയുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളൊക്കെ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കുട്ടികളാണ് അതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ MRS സ്കൂളുകൾ ഒരുപാട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സ്ഥാപിക്കാനായിട്ട് അതിനും ഈ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വേറെന്നുള്ളത് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ഹെൽത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം ഒരു ഇത് ഓർക്കുന്നത്, കാരണം നമ്മളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അട്ടപ്പാടിയിൽ, അതായത് പാലക്കാട്. അത് ഒൺലി ഫോർ ട്രൈബ്സാണ്. കാരണം അതിനകത്ത് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ, ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രയോജനം മീൻസ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ, അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒൺലി ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. കൂടുതൽ വേറെ ആൾക്കാരും ഉണ്ട് എങ്കിൽ പോലും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ വിധത്തിൽ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് SCക്കായാലും STക്കായാലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറെ എനിക്ക് എപ്പോഴും ഒരു സംശയം വരുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും SCയുടെ ഫണ്ട് പോകുന്നുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരാൾക്ക് പോലും അറിയില്ല. എനിക്കറിയില്ല. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക്കീലായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. എന്നിട്ടും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അപ്പോൾ ഈ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്ന പൈസ എങ്ങനെ ചിലവാക്കുന്നു അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരെണ്ണം ഞാൻ പറയാം. കാരണം ഈ രാജഗിരി എന്ന് പറയുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാത്തലിക്സിൻ്റെ. അവർ നമ്മുടെ ഫണ്ട് എഴുതിയെടുക്കുന്നുണ്ട്. അതെനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഞാൻ സർക്കാർ വക്കീലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ ആയിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ഈ തയ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റേ മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കിട്ടിയില്ല ഉടനെ തന്നെ കേസ് കൊടുത്തിട്ട് ഉടനെ തന്നെ കോടതി കൊടുക്കാൻ പറയും. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പൈസ പോകുന്നുണ്ട്. അത് എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ചിലവ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു മാർഗം നമ്മുടെ ഈ ആക്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്.
ഇത്രയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും ചുരുങ്ങിയ സമയമുണ്ട്, എല്ലാവർക്കും സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ട് ഈ ആക്റ്റും റൂൾസും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻസ് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഭീം.